ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 2020 ക്യൂട്ടിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെക്ഷൻ സി പാർട്ട് സിയിലെ 17ാമത്തെ എസ് എ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ടെസ്റ്റ് വെദർ ദ ആക്സിഡൻറ്റ്സ് ഒക്കർ യൂണിഫോംലി ഓവർ വീക്ക് ഡേയ്സ് ഓൺ ദ ബേസിസ് ഓഫ് ഫോളോയിങ് ഇൻഫർമേഷൻ. നമുക്ക് ഡേയ്സ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ആക്സിഡൻറ്റ്സ് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുന്നത് ടെസ്റ്റ് വെദർ ദ ആക്സിഡൻറ്റ്സ് ഒക്കെ യൂണിഫോംലി ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് കൈ-സ്ക്വയർ ടെസ്റ്റാണ്. ഇത് ഓൾറെഡി ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൈ-സ്ക്വയർ ടെസ്റ്റാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് സെറ്റ് ചെയ്യുക, നൾ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ H0 നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. H0 സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ആക്സിഡൻറ്റ്സ് ആർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെങ്കിൽ എന്താണ് ഒക്കർ യൂണിഫോംലി എന്നുള്ളത് തന്നെ സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്കിവിടെ ഓൾറെഡി ഡാറ്റ തന്നിട്ടുണ്ട്. ഓക്കെ, അത് ഈ തന്നിട്ടുള്ള ഡാറ്റേനെ നമ്മൾ എന്താണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഈ തന്നിട്ടുള്ള ഡാറ്റ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ആണ്. അപ്പോൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കിവിടെ തന്നിട്ടുള്ള മൊത്തം ആക്സിഡൻസിൻ്റെ എണ്ണം എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. നമ്മളോട് പറയുന്നത് ഇവിടെ യൂണിഫോംലി എന്നുള്ളൊരു വേർഡ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ എക്സ്പെക്റ്റഡ് അതായത് ഒരേപോലെ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കും, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്പർ ഓഫ് ആക്സിഡൻസ് ഒക്കെ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഓക്കെ, ഇത് എല്ലാം തമ്മിൽ ഇപ്പോൾ 11 + 13 + 14 + 13 + 15 + 14 + 18 ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും, 98 കിട്ടും. ഓക്കെ, 98 ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ട്, 7 നമ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ 98 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുന്നത് 14 ആണ്. ഇതാണ് നമ്മുടെ എന്താണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്താണ്, സെയിം ആയിരിക്കും, യൂണിഫോം ആയിരിക്കും. ഓക്കെ, എല്ലാത്തിനും. അപ്പം നമ്മൾ ഒബ്സർവ് ഫ്രീക്വൻസി താഴെ എഴുതുകയാണ്. 11, 13, 14, 13, 15, 14, 18. ഓക്കെ, ഇനി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഏതാണ്, എല്ലാം എന്ത് തന്നെയാണ്, 14 തന്നെ ആണ്. നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ ഒബ്സർവ്ഡും നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ് എക്സ്പെക്റ്റഡും ആണ്. ഓക്കെ, ഓയും എയും കിട്ടി. ഇനി നമുക്കറിയാം കൈ-സ്ക്വയർ ടെസ്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, കൈ-സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ O - E ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ E എന്നാണ്. അപ്പോൾ നമുക്ക് O - E ആദ്യം കാണാം, പിന്നെ O - E ഹോൾ സ്ക്വയർ ചെയ്യണം, അതിനുശേഷം ഡിവൈഡ് ബൈ E ചെയ്യണം. അപ്പോൾ O - E ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. എന്ത് ചെയ്യുക, 11 നിന്ന് 14 മൈനസ് ചെയ്യുക, -3. 13 നിന്ന് 14 മൈനസ് ചെയ്യുക, -1, 0, -1, 1, 0, 4. ഓക്കെ, ഇനി ഇതിൻ്റെ സ്ക്വയർ O - E ഹോൾ സ്ക്വയർ, 3 സ്ക്വയർ 9, 1, 0, 1, 1, 0, 16. ഇനി ഈ കിട്ടിയത് ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ആണ്. O - E ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ E. 9 ഡിവൈഡഡ് ബൈ 14 എത്ര കിട്ടും, 0.64. അതേപോലെ 1 ഡിവൈഡഡ് ബൈ 14 0.07. 0 ഡിവൈഡഡ് ബൈ 14 0. 1 ഡിവൈഡഡ് ബൈ 14 ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്, 0.07. 1 ഡിവൈഡ് ബൈ 14 0.07. 0 ഡിവൈഡ് ബൈ 14 0. 16 ഡിവൈഡഡ് ബൈ 14 പറയുന്നത് 1.14 ആണ്. ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ ടോട്ടലാണ് ശരിക്കും നമ്മുടെ കൈ-സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 1.99 ആണ്. ഓക്കെ, നമുക്ക് കൈ-സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. കൈ-സ്ക്വയർ ഈസ് ഈക്വൽ ടു 1.99. അപ്പോൾ കൈ-സ്ക്വയറിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓർത്ത് വെക്കുക. കൈ-സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ O - E ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ E.
ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇനി നമുക്ക് കൈ സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ടേബിൾ വാല്യൂ കണ്ടുപിടിക്കണം അല്ലേ. ടേബിൾ വാല്യൂ കാണണമെങ്കിൽ രണ്ട് കാര്യം വേണം. ഒന്ന് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ 0.05 ആണ് എടുക്കുക. ഓക്കെ. ദെൻ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് n-1 ആണ് കൈ സ്ക്വയർ ടെസ്റ്റിൻ്റെ കേസിൽ. n എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? നമുക്ക് എത്രയാണ് നമ്പേഴ്സ് തന്നിട്ടുള്ളത്? 7 ആണല്ലേ. അപ്പോൾ 7 - 1 6 നമുക്ക് കിട്ടും. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും നമുക്ക് കിട്ടി. ഇനി നമ്മൾ ടേബിൾ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ടേബിൾ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. ഓക്കെ, നമ്മൾ ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ താഴേക്കുള്ളത് ഡിഗ്രി ഓഫ് ഫ്രീഡം, സൈഡിലോട്ടുള്ളത് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. അതായത് 0.99 മുതൽ 0.01 വരെ ആ സൈഡിലോട്ട് കൊടുത്തിട്ടുള്ള വാല്യൂ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ലാർജർ വാല്യൂ ഓഫ് കൈ സ്ക്വയർ എന്നുള്ളതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള വാല്യൂ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും ആണ്. അപ്പോൾ അതിൽ നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഒക്കെ 5% ആണ്, അല്ലെങ്കിൽ 0.05 ആണ്, അല്ലാതെ 0.50 അല്ല. അപ്പോൾ ഇതിൽ വരുന്നത് എട്ടാമത്തെ, അതായത് ലാസ്റ്റത്തിന് തൊട്ട് മുന്നത്തെ കോളം ആണ് നമ്മൾ നോക്കേണ്ടത്. 0.05 എന്നുള്ളത് വാല്യൂ. അതിൽ എന്ത് ചെയ്യുക? ഡിഗ്രി ഓഫ് ഫ്രീഡം 6ന് നേരെ നോക്കുക. 6ന് നേരെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12.59 എന്നുള്ള വാല്യൂ ആണ്. ഓക്കെ, 0.05 താഴേക്ക് നോക്കുക. അതിൽ ആറാമത്തെ വാല്യൂ എന്ന് പറയുന്നത് 12.59 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 12.59 ആണ്. നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 1.99 ആണ്. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ എന്താണ്? ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണ്. സോ ആക്സെപ്റ്റ് H0. നമുക്ക് നൾ ഹൈപ്പോത്തിസിസ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കൈ സ്ക്വയറിൻ്റെ ഒരു പ്രോബ്ലം ആണിത്. ഓക്കെ, താങ്ക് യു.